നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. VSSയിലെ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പഥയാത്രാ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഏവരും ചർച്ചയാക്കുന്നത് തിരുവനന്തപുരം BJP സ്ഥാനാർത്ഥി ആരെന്ന് തെളിയുമോ എന്ന ചോദ്യം. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി ഇത്തരം പ്രഖ്യാപനമൊന്നും നടത്തില്ല. തിരുവനന്തപുരത്തിന്റെ പൾസ് മനസ്സിലാക്കാനാണ് മോദിയുടെ ഈ വരവ്. ഡൽഹിയിലെത്തിയ ശേഷം കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രധാനമന്ത്രി നിശ്ചയിക്കും. അതീവ സുരക്ഷയിലാണ് തിരുവനന്തപുരം. പത്തരയോടെ വിമാനത്താവളത്തിലെത്തി ആദ്യ VSSയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ചടങ്ങുകൾക്ക് ശേഷം 12 മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ NDA പദയാത്രാ സമാപനത്തിൽ പങ്കെടുക്കും. 1:20 തിരുവനന്തപുരത്ത് തമിഴ്നാട്ടിലേക്ക് പോകും. നാളെ ഉച്ചയ്ക്ക് 1:10 തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 1:15 മഹാരാഷ്ട്രയിലേക്ക് പോകും. VSSയിൽ ഗഗൻയാന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്ന പ്രധാനമന്ത്രി VSSയിലെ ശാസ്ത്രജ്ഞരെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന സഞ്ചാരികളുടെ പേര് പ്രധാനമന്ത്രി വെളിപ്പെടുത്തുമെന്നും കരുതുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനമോ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയോ ഉണ്ടാകില്ലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അറിയിച്ചു. BJP പുതുതായി നിർമ്മിച്ച സംസ്ഥാന കാര്യാലയത്തിലും പ്രധാനമന്ത്രി എത്തില്ല. പ്രധാനമന്ത്രിയുടെ വരവോടെ കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതുണ്ടാകില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. ചില VVIPകൾ BJP വേദിയിൽ ഉണ്ടാവുകയും ചെയ്യും. SPGയാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നത്. ഭീകരനെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ ആരോപിക്കുന്ന സാദിഖ് ബാഷയുടെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ഗൗരവത്തോടെ കേന്ദ്ര ഏജൻസികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് തിരുവനന്തപുരം. കേരള പോലീസും സജീവമായി തന്നെ സുരക്ഷയൊരുക്കുന്നതിൽ ഇടപെടുന്നുണ്ട്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത്. ജനുവരി 2 തവണ എത്തി. കൊച്ചിയിലും തൃശ്ശൂരിലുമായിരുന്നു അന്നെത്തിയത്. 3-ാം വരവ് തിരുവനന്തപുരത്തേക്കും. 1,00,000 പേർ സെൻട്രൽ സ്റ്റേഡിയത്തിലെ സമ്മേളനത്തിലെത്തുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി പുതുതായി BJPയിലെത്തിയ 1000-ഓളം പേരും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായവരും സമ്മേളനത്തിലെത്തും. കേരളത്തിലെ ഏറ്റവും വിജയ സാധ്യതയുള്ള മണ്ഡലമായി BJP പരിഗണിക്കുന്ന തിരുവനന്തപുരത്ത് ഇത്തവണ കേന്ദ്ര നേതൃത്വം നേരിട്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പേര് ഈ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിട്ടുണ്ട്. നടൻ കൃഷ്ണകുമാറും പരിഗണനയിലുണ്ട്. നടി ശോഭനയും ഗായിക ചിത്രയും പരിഗണിച്ചിരുന്നു. എന്നാൽ ചിത്രയും ശോഭനയും മത്സരത്തിനില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ആകാംക്ഷ നിലനിർത്തുന്ന സമീപനമാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെത്. സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇടപെടേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞത്.